The Constitution of India. Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to science class. How are you all? Fine, isn't it? Okay. Few days are remaining for your exam. Make a timetable. Fix a time for each subject. Don't forget to give more priority for difficult subjects. And use your time wisely to earn better mark. Okay, you can earn better mark by the effective distribution of time in different subjects. Okay. So I will tell you one more thing. Today I would like to start the class with a small phrase, prevention is better than cure. You might have familiar with the meaning of this sentence, isn't it? Prevention is better than cure. അതായത് എന്തെങ്കിലും മോശം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് തടയുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ ഈ ഒരു ഫ്രേസിനെ നിങ്ങളുടെ രണ്ട് അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെൽത്തുമായിട്ടും മറ്റൊന്ന് നിങ്ങളുടെ സ്റ്റഡീസുമായിട്ടും. ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. കൊറോണ വരാതെ ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ബൈ ടേക്കിംഗ് പ്രോപ്പർ ഫുഡ്, അല്ലേ? അതായത് ന്യൂട്രിയൻ റിച്ചും ബാലൻസ്ഡുമായിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോർ പവർഫുൾ ആക്കി വെച്ചുകൊണ്ട് നിങ്ങളെ കൊറോണ വൈറസിനെതിരെ സജ്ജമാക്കാം. നിങ്ങളുടെ ബോഡിയെ കൊറോണ വൈറസിനെതിരെ സജ്ജമാക്കാം. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രിവെൻഷൻ. അവിടെ നിങ്ങൾ ഹെൽത്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്. സിമിലർലി നിങ്ങളുടെ സ്റ്റഡീസുമായിട്ടും റിലേറ്റ് ചെയ്യാം. ഓക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് മോശം അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ച് ഇഫക്റ്റീവായിട്ട് നമ്മൾ നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്ത് ഇഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുവർ അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് സ്റ്റഡീസിൽ എന്താ പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നല്ലേ? അതെ, ലേസിനെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേസിനെസ് എന്ന് പറഞ്ഞൊരു ബാഡ് ഹാബിറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും, അതായത് ഈ മാർക്ക് കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളുണ്ടല്ലോ, അതായത് പിന്നെ സ്കൂളിൽ വിളിച്ച് വരുത്തുക, പിന്നെ ഇവിടെ ഇരുന്ന് തന്നെ നോട്ട്സ് എടുപ്പിക്കുക, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക, ഇവിടെ ഇരുന്ന് തന്നെ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ എന്നതിലേക്ക് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അതൊരു തരത്തിലുള്ള ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. എന്ത് ചെയ്താൽ നേരത്തെ തന്നെ ലേസിനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, സിമിലർലി നിങ്ങൾ ഹെൽത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ, അതായത് ഉചിതമായിട്ട് ആഹാരം കഴിക്കുന്നതിലൂടെ. ഉചിതമായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നല്ല പവർഫുള്ളാക്കി വെച്ചുകൊണ്ട് കൊറോണയ്ക്കെതിരെ പോരാടാൻ പ്രാപ്തമാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ശരീരത്തെ കൊറോണ എന്ന് പറയുന്ന ഒരു പാത്തജനെതിരെ പോരാടാൻ പ്രാപ്തമാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഓട്ടോമാറ്റിക്കലി അവർ ബോഡി വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് വൈറസ് ആൻഡ് സക്സീഡ് ഇൻ ദാറ്റ് ബാറ്റിൽ. ആ യുദ്ധത്തിൽ നമ്മുടെ ബോഡി ജയിക്കുകയും ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ബി ഹെൽത്തി ആൻഡ് ഹാപ്പി ചിൽഡ്രൻ. Shall we move on to today's topic? Okay. Now let us conduct some more activities to find out the other peculiarities of the acid. Okay. So, are you ready? Okay, children. Here the materials required for this experiment are hydrochloric acid, test tube, zinc metals. Okay, zinc metals. You can see zinc metal pieces. Okay. First of all, I am going to take some hydrochloric acid inside this test tube. Okay, I am going to take this hydrochloric acid inside the test tube. Okay. Hydrochloric acid, dilute. This is a dilute hydrochloric acid. When you conduct this experiment, take care of one thing, that this hydrochloric acid should be a
it should be a diluted one. Okay, so I took dilute hydrochloric acid in a test tube. Did you see this, children? Okay, and again I am going to put some metal pieces. Again I am going to put some metal pieces inside this. Which is this metal? Zinc metal. Okay, I am going to put this zinc metal inside the hydrochloric acid. Okay, yes. Did you see the formation of some gas inside that? Children, what change you can see inside the test tube? Yes, some bubbles are forming inside it, isn't it? Bubbles are forming. Along with that, some fumes are also forming inside the test tube. So what is the change which is happening inside the test tube? Bubbles are forming. Along with the formation of bubbles, some fumes are also forming inside the test tube, isn't it? Okay, let me cover the mouth of the test tube with my thumb. Okay, let me cover the mouth of the test tube with the thumb. And let us wait for few more minutes for finding out the gas which is formed inside the test tube. Here some gas is forming inside the test tube. Due to the presence of that gas, the bubbles as well as fumes are forming inside it. That means due to the presence of that particular gas, we can see the bubbles as well as fumes inside that. So here we have to find out which gas is forming inside the test tube. So in order to find out the gas which is forming inside the test tube, I will bring a burning matchstick in front of the mouth of the test tube. Let us see what is going to happen at that time. Okay, let us give some time to complete this reaction. Okay. Did you see the fumes, children? ഇതിനുള്ളിൽ ഫ്യൂംസ് നിങ്ങൾ കാണുന്നുണ്ടോ? ചെറിയ ചെറിയ ഫ്യൂംസ് അതിനുള്ളിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ഫ്യൂംസ് മുകളിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ബട്ട് മൈ തമ്പ് ഈസ് ദെയർ ഇൻ ദ മൗത്ത്, സോ ഇറ്റ് കാൺട്ട് എസ്കേപ്പ് ഔട്ട് സൈഡ്. അതിന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. വെൻ ഐ ഓപ്പൺ ദറ്റ് മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ എസ്കേപ്പ് ഔട്ട് സൈഡ്. ഓക്കെ, did you see what happened? Okay. Did you observe the experiment, children? Okay. What change you could see inside the test tube when I add zinc metal inside the hydrochloric acid? Yes, you might have seen the formation of small bubbles inside the test tube and fumes inside the test tube, isn't it? Yes, you might have seen bubbles as well as fumes inside the test tube. What will be the reason behind the formation of these bubbles and fumes, or what does it indicate? Yes, if bubbles are there, if bubbles are forming inside the test tube, it indicates that some gas is forming inside the test tube. How does it form? It is formed due to the reaction between the hydrochloric acid as well as metal piece. അതായത് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ചെറിയ ബബിൾസ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒരു ഗ്യാസിൻ്റെ ഫോർമേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അതായത് ഏതോ ഒരു ഗ്യാസ് അതിനുള്ളിൽ ഫോം ചെയ്തു, ആ ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനുള്ളിൽ എന്ത് ഫോം ചെയ്തത്? ബബിൾസും ചെറുതായിട്ട് ഫ്യൂംസ് പോലെയൊക്കെ നമുക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കാം, എവിടെ നിന്നായിരിക്കും ആ ഗ്യാസ് ഫോം ചെയ്തത്? ഇറ്റ് മേ ബി ഫോംഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ആസിഡ് ആസ് വെൽ ആസ് മെറ്റൽ. അതായത് ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടായിരിക്കണം ഒരുപക്ഷെ ആ ഗ്യാസ് അതിനുള്ളിൽ ഫോം ചെയ്തത്, അല്ലേ? നമ്മുടെ അസംഷനാണ്, ഇതങ്ങനെ ആയിരിക്കണം അതിനുള്ളിൽ ഫോം ചെയ്തത്. അപ്പോൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ടെസ്റ്റ് ട്യൂബ്, ഞാൻ എന്താ ചെയ്തത്? ഐ ബ്രോട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നിയർ ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, അല്ലേ? ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് മാറ്റം നിങ്ങൾ കണ്ടത്? യു മൈറ്റ് ഹവ് സീൻ എ സഡൻ ബേൺ വിത്ത് എ ലോ നോയ്സ്, അല്ലേ? പെട്ടെന്നൊരു ബേസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. എപ്പോഴാണ് നിങ്ങൾ ബേൺ വിത്ത് എ ലോ നോയ്സ് കണ്ടത്? യെസ്, എപ്പോഴാണോ നിങ്ങൾ മാസ്റ്റിക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുവന്നത്, ആ സമയമാണ് നിങ്ങൾ എന്ത് കണ്ടത്? അതിൻ്റെ പെട്ടെന്ന് പൊട്ടുന്ന പോലൊരു സൗണ്ട് കേട്ടത്, അല്ലേ? പെട്ടെന്ന് എന്തോ കത്തുന്ന പോലെ ഒരു സൗണ്ട് കേട്ടത്, അല്ലേ? അപ്പോൾ എന്തായിരിക്കാം അതിന് കാരണം? എന്ത് ഗ്യാസ് ആയിരിക്കും അതിനുള്ളിൽ ഫോം ചെയ്തത്? ഏതോ ഒരു ഗ്യാസ്, എന്തിന് കാരണമായ? ഇൻഫ്ലേമബിൾ കപ്പാസിറ്റിയുള്ള ഏതോ ഒരു ഗ്യാസ് അതിനുള്ളിൽ ഫോം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഫോം ചെയ്ത ഗ്യാസ് ഏതാണെന്നറിയാമോ? ഹൈഡ്രജൻ ഗ്യാസ്. വിച്ച് ഗ്യാസ്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഐ വിൽ റൈറ്റ് ഇറ്റ് ഹിയർ. അതായത് ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ട്, അതായത്
ഈ ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അവിടെ ചെറുതായിട്ടൊരു ബ്ലാസ്റ്റ് പോലെ നമുക്ക് തോന്നിയത്. മനസ്സിലായോ? What is the peculiarity of the hydrogen gas? Hydrogen gas is highly inflammable. Inflammable gas ആണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ മാസ്റ്റിക് അതിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഹൈഡ്രോജൻ ഗ്യാസും കൂടി ആയപ്പോൾ എന്ത് ചെയ്തു? മാസ്റ്റിക് വളരെ പെട്ടെന്ന് കൂടുതലായിട്ട് കത്താൻ തുടങ്ങി. കാരണം എന്താ? ഹൈഡ്രോജൻ ഗ്യാസ് ഫയറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ എന്താ പെട്ടെന്നുള്ള സൗണ്ട് വരാൻ കാരണം? അവിടെ പെട്ടെന്ന് എന്താ അത് കത്തിയത്? ഗ്യാസ് കത്തിപ്പോയതാണ് അല്ലേ? ഗ്യാസ് കത്തിയതാണ്. നമ്മൾ കണ്ടില്ലേ, വീട്ടിലൊക്കെ ഗ്യാസ് കത്തിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറില്ലേ? അതേ സൗണ്ടല്ലേ നമ്മൾ അവിടെയും കേട്ടത്? അവിടെ അതിനുള്ളിലുണ്ടായ അതായത് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായുണ്ടായ ഹൈഡ്രോജൻ ഗ്യാസ് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ മാസ്റ്റിക് കൊണ്ടുവന്നപ്പോഴേക്കും മാസ്റ്റിക് കത്തിക്കൊണ്ടിരിക്കുന്ന മാസ്റ്റിക് ആയിരുന്നു. അതിൽ നിന്ന് തീ എങ്ങോട്ടേക്ക് പടർന്നു? ഹൈഡ്രോജൻ ഗ്യാസിലേക്ക് പകർന്നു. അപ്പോൾ ഗ്യാസ് കത്താനായിട്ട് തുടങ്ങി. ആ കത്തൽ കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, പെട്ടെന്ന് ബേസ്റ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. Understood children? Can you say what was the reaction which was happening inside the test tube? Yes, hydrochloric acid was reacting with the metal, and due to the reaction hydrogen gas was forming inside the test tube. And immediately after the formation of this hydrogen gas, it get released outside. When this released the hydrogen gas come in contact with any fire source, it may burst. Okay, അത് പൊട്ടിത്തെറിക്കാം. മനസ്സിലായോ? ഏത് ഫയർ സോഴ്സും ആയിട്ടും നമ്മൾ ഈ ഹൈഡ്രോജൻ ഗ്യാസ് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടെ ഏത് ഗ്യാസാണ് ഫോം ചെയ്തത്? ഹൈഡ്രോജൻ ഗ്യാസ് ഈസ് ഫോംഡ്. അണ്ടർസ്റ്റുഡ്? Similarly, when we repeat the same experiment with other metals and other acids, we will get the same result. That means ഇവിടെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം മറ്റൊരു ആസിഡും സിങ്ക് എന്ന മെറ്റലിന് പകരം മറ്റൊരു മെറ്റലുമാണ് ഉപയോഗിച്ചതെങ്കിലും we will get the same result. That means we will get hydrogen gas by the reaction between these two. അതായത് ഇത് രണ്ടും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് തന്നെ ഫോം ചെയ്യും? ഹൈഡ്രോജൻ ഗ്യാസ് തന്നെ ഫോം ചെയ്യും. ഇവിടെ നമുക്ക് മറ്റേതെങ്കിലും ഉപയോഗിച്ചാലും ഇത് തന്നെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും എന്ന് പറഞ്ഞാൽ ഏത് ആസിഡാണ്? യെസ്, നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് if you are using sulfuric acid instead of hydrochloric acid, we will get the same result. And if you are using any other metals like magnesium and aluminium instead of zinc, we will get the same result. So ഇതിനെ എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം? എപ്പോഴെല്ലാം ആസിഡ് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അപ്പോഴെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഹൈഡ്രോജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, വിച്ച് ഈസ് എ ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസ്. സോ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? യെസ്, whenever a metal react with an acid, it will produce hydrogen gas, which is a highly inflammable gas. Okay, understood children? So that is the another peculiarity of acid. ഇപ്പം നിങ്ങൾ ഒരു peculiarity കൂടെ ആസിഡിനെ കുറിച്ച് പഠിച്ചില്ലേ? What is that? Acids can react with the metal and can produce hydrogen gas. So we have already studied the two peculiarities of the acids. Which are they? Acids are sour in taste and acids can change the blue litmus into red. These are the two peculiarities which we have studied in the previous class. And today we have conducted another experiment to prove that acid can react with metal and can produce hydrogen gas. Understood children? So what is the third peculiarity of the acid? Acid can react with the metal and can produce hydrogen gas. Actually it is Henry Cavendish who discovered the presence of an inflammable gas when acid react with the metal. അതായത് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ്, ഇൻഫ്ലേമബിൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് ആദ്യം കണ്ടെത്തിയ ആൾ ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ, ഹെൻറി കാവൻഡിഷ്. പിന്നീട് ലാവോസിയർ നെയിം ദ പെർട്ടിക്കുലർ ഗ്യാസ് ആസ് ഹൈഡ്രോജൻ. ഓക്കെ, അതായത് ഈ ഗ്യാസിന് ഹൈഡ്രോജൻ എന്ന് പേര് കൊടുത്തത് ആരാണ്? ലാവോസിയർ ആണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഹെൻറി കാവൻഡിഷ് ഇൻഫ്ലേമബിൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ലാവോസിയർ ആ ഗ്യാസിനൊരു പേര് കൊടുത്തു, ഹൈഡ്രോജൻ ഗ്യാസ്. ഓക്കെ, ലാവോസിയർ കൊടുത്ത പേരാണ് ഹൈഡ്രോജൻ ഗ്യാസ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹൈഡ്രോജൻ? ഹൈഡ്രോജൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ടർ പ്രൊഡ്യൂസിങ്. Understood children? Listen children, have you ever visited your chemistry lab? Some might have gone and some may not, isn't it? ഇനി ഞാൻ പോകാത്ത കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ലാബിനുള്ളിൽ എങ്ങനെയാണ്
വസ്തുക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ലാബ് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. Did you see your chemistry lab? Did you like it? Okay. You might have noticed one thing, that where chemicals, that means solutions, are kept inside the glass containers or glass bottles, isn't it? You would have noticed, isn't it, children? So what could be the reason behind that? When we keep these acids inside a metal container, what will happen? The acid may react with the metal and can corrode the metal. Continuous exposure of this chemical substance with this metal can corrode as well as can degrade the metal. Understood? Similarly, if you are keeping these chemicals inside a plastic bottle, plastic bottle can also be melted by come in contact with these kind of chemicals. അതായത് ആസിഡ്സ് നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ വെച്ചാലും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അവസാനം ഏതിലാണോ നമ്മൾ സൂക്ഷിക്കുന്നത് ആ വസ്തു ഒന്നും തന്നെ ബാക്കി അവശേഷിക്കില്ല എന്നുള്ളതാണ്. അത്രയും സ്ട്രെങ്ത് കൂടിയ വസ്തുക്കളാണ് ആസിഡ്സ് എന്ന് പറയുക, അല്ലേ? അത്രത്തോളം വീര്യം കൂടിയ വസ്തുക്കളാണ് ആസിഡ്സ്. അപ്പോൾ ആസിഡ്സിനെ നമുക്കൊരിക്കലും മെറ്റൽസിലോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിലോ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വസ്തു എന്താണെന്ന് വെച്ചാൽ വി വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് glass containers. Why? Because the reactivity between the acid as well as glass is very less. So now you know why can't we keep acids inside a metal container. If you are keeping acids in a metal container for long time, the reaction between the acids and the metal can degrade the metal fastly. So we should not use metal containers to store acid like substance, okay, or the solution containing acid. Understood, children? So which is the most suitable thing to store acids? Yes, which are they? Glass containers are the most suitable things to store acid, or glass bottles are the most suitable material to store acid for a long time without damage. Okay. Similarly, നിങ്ങൾ മാർജിൻ ഫ്രീയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഗ്ലാസ് ബോട്ടിൽസിനുള്ളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്കിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾ ഏതെങ്കിലും മാർജിൻ ഫ്രീയിൽ മെറ്റൽ കണ്ടെയ്നേഴ്സിന് ഉള്ളിൽ പിക്കിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ പിക്കിൾസ് പോലെയുള്ള വസ്തുക്കൾ ഒരിക്കലും മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ acid present in the pickle can react with the metal and can produce some toxic compounds in it, and this toxic compound will be harmful to our body. This is the one reason, due to this reason we cannot store pickles inside the metal containers. Similarly, നമ്മൾ മെറ്റൽ പിക്കിളിൽ ആസിഡ് ഉള്ളത് കൊണ്ട് അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തൊരു ഇഫക്റ്റ് ഉണ്ടാക്കും, നമ്മുടെ ഹെൽത്തിനും പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ളത് ഒരു കാരണം. അതുകൂടാതെ തന്നെ ദീസ് കൈൻഡ് ഓഫ് ആസിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ പിക്കിൾ ക്യാൻ കൊറോഡ് ദ മെറ്റൽ സർഫസ്, കൊറോഡ് ദ സർഫസ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ക്യാൻ ഡീഗ്രേഡ് ദ ബോട്ടിൽ. അതായത് ഈ ഇതിലുള്ള പിക്കിൾസിലുള്ള ആസിഡിന് ആ മെറ്റൽസിലുമായിട്ട് കോണ്ടാക്റ്റ് വന്ന് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റലിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മെറ്റലിനെ കൊറോഡ് ചെയ്യിപ്പിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഡീഗ്രേഡ് ചെയ്യല്ല, ശരിക്കും കൊറോഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊറോഡ് ചെയ്യിപ്പിക്കുന്ന കാരണം നമുക്കത് ഒരിക്കലും സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിൽ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. So why can't we keep pickles inside the metal containers? Why? Because
the acid which is used to preserve the pickle can react with the metal containers and can produce some unwanted substances inside it. When we eat such kind of toxic compound, it can create severe health problem in our body. So we should not use metal container to store pickle. Similarly, idoru karanana. In addition to this, one more reason is there. The acid present in the pickle can corrode the surface in which it is situated. Okay, അതായത് ഏത് സർഫസിലാണോ പിക്കിൾ ഇരിക്കുന്നത്, അതൊരു മെറ്റൽ സർഫസ് ആണെങ്കിൽ ആ മെറ്റൽ സർഫസിനെ കൊറോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടാവും? പിക്കിൾസിലുള്ള ആസിഡ്സിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ആസിഡ്സ് ഏതുമായിട്ട് ആ മെറ്റൽ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും മെറ്റൽ സർഫസിനെ ദ്രവിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഓക്കെ, do you want to know the other peculiarities of the acids, children? Then we have to conduct a few more activities related to this. Shall we move on to the next experiment? Okay, here materials required for this experiment are dilute sulfuric acid, powdered calcium carbonate and a small test tube. But calcium carbonate powder available allengil we can take the powdered eggshell, powdered chalk powder or powdered this marble piece. ഇത് മൂന്നിലും എന്താ ഉള്ളത്? കാൽസ്യം കാർബണേറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കാൽസ്യം കാർബണേറ്റ് പൗഡർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. കാൽസ്യം കാർബണേറ്റ് പൗഡറിന് പകരം നമ്മൾ ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒന്ന് നോക്കിയാലോ? ഓക്കെ, here I am going to take some dilute sulfuric acid into the test tube. Okay, this is dilute sulfuric acid inside the test tube. So after that, now I am going to add some powdered calcium carbonate. Okay, powdered calcium carbonate. Did you see the change which is happening here? You can see the formation of a brisk effervescence inside the test tube. That means you can see the formation of some fumes inside it. Okay, but bubbles, the quantity of the bubble which is forming inside is less. The noodle form cheyna bubble inde quantity ennu parayumbo valare koravana. Okay, did you see the changes which is happening inside the test tube? Okay, you can see the formation of some bubbles inside the test tube. Some bubbles are forming inside the test tube. Along with the formation of bubbles, fumes are also coming. Did you see this, children? I don't know whether it is possible to capture through this video. The changes, it is very small changes. It is not possible to capture through the video. Okay. Anyway, means gas is forming inside the test tube. We have to find out the nature of this gas. In order to find out the nature of this gas, we have to wait for some more time to complete the reaction. ഈ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുക. ആ സമയം കൊടുക്കുമ്പോഴേക്കും അതിനുള്ളിൽ ഇനഫ് ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസിനെ നമ്മൾ പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? തമ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൗത്ത് തമ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണോ തമ്പ് എടുക്കുന്നത് ആ സമയം തന്നെ ഒരു ബേണിംഗ് മാസ്റ്റിക്ക് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്, ആ മാറ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഗ്യാസ് ഉള്ളിൽ ഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ഫ്യൂ മോർ മിനിറ്റ്. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം ഏത് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, Did you see the experiment, children? What did you see there in the experiment? Yes, when I add calcium carbonate powder into the dilute sulfuric acid, I could see the presence of some bubbles as well as fumes inside the test tube, isn't it? That means I can see the presence of some gas inside the test tube. Test tube in either gas in the presence actually I couldn't see it clearly, but I could see the presence of fumes inside the test tube. Adinulile fumes smoke അതായത് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ അൺനോൺ ഗ്യാസിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അവിടെ ബബിൾസും ഫ്യൂംസ് ആയിട്ടൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, വെൻ വി ആഡ് കാൽസ്യം കാർബണേറ്റ് പൗഡർ ഇൻടു സൾഫ്യൂരിക് ആസിഡ് എ ഗ്യാസ് വിൽ ഫോം അല്ലേ, ഒരു ഗ്യാസ് ഫോം ചെയ്യുമെന്ന് മനസ്സിലായി അല്ലേ.
അതായത് ഞാൻ എപ്പോൾ എൻ്റെ തമ്പ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ബേണിംഗ് മാസ്റ്റിക്കിനെ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുവന്നോ അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഗ്യാസ് മാസ്റ്റിക്കിനെ അണച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ മാസ്റ്റിക്കിലെ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതെ, അതായത് മാസ്റ്റിക്കിലെ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ കാരണമായ ഗ്യാസാണ് അതിനുള്ളിൽ ഫോം ചെയ്തത്. ഏത് ഗ്യാസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഗ്യാസ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്. Carbon dioxide is a gas which can extinguish the fire. So here the gas which is produced inside the test tube is what? Carbon dioxide. And how does it form? എങ്ങനെ അത് ഫോം ചെയ്യുന്നത്? When acid react with the carbonates. I'll tell you once more. Here from this experiment it is clear that whenever acid react with the carbonates, carbon dioxide gas is produced, and this carbon dioxide gas is a fire extinguisher. So if the carbon dioxide gas is capable of extinguishing the fire, can we make use of this reaction in any real life situation to extinguish fire? Yes, we can use. ഫയർ എഞ്ചിനിലൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ രീതിയിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ പറ്റില്ലേ? ഫയർ സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ ഫയർ എഞ്ചിനിലും ഒക്കെ നമുക്ക് ഈ ഒരു റിയാക്ഷനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലേ? പറ്റുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും നമ്മൾ ഇതുപോലുള്ള റിയാക്ഷൻസ് എന്തിനു വേണ്ടി? സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബസ്സിലൊക്കെ യാത്ര ചെയ്തവർ കണ്ടിട്ടുണ്ടാവും, ഡ്രൈവറിൻ്റെ ക്യാബിനടുത്തായിട്ട് ഒരു ലോങ് ട്യൂബൊക്കെ ആയിട്ടൊരു റെഡ് കളർ സിലിണ്ടർ വാളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് അതിൻ്റെ റോളെന്നറിയാവോ? അതെന്താണെന്നറിയാവോ? ഇറ്റ് ഈസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. എന്താണ് അതിൻ്റെ റോള്? ഇറ്റ് വിൽ ഹെൽപ്പ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ വെൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡേഞ്ചർ സിറ്റുവേഷൻസ്. ബസ്സിനുള്ളിൽ തീ പടരുന്നത് പോലെയുള്ള അപകടകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളിൽ എന്ത് വെച്ചിട്ടുള്ളത്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുള്ളത്. അതുപോലെയുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സൾഫ്യൂരിക് ആസിഡും കാർബണേറ്റ്സും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇതുപോലെ വി ക്യാൻ യൂസ് എനി അതർ ആസിഡ്. ഫോർ എക്സാമ്പിൾ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് അസറ്റിക് ആസിഡ്, വി ക്യാൻ യൂസ് അസറ്റിക് ആസിഡ് ടു മേക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അസറ്റിക് ആസിഡും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം ആസിഡിന് പകരം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കാൽസ്യം കാർബണേറ്റാണ് ഉപയോഗിച്ചതെങ്കിൽ അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിന് പകരം നമുക്ക് സൾഫ്യൂരിക് ആസിഡോ അസറ്റിക് ആസിഡോ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഏത് ആസിഡ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുവെങ്കിൽ ഇനി വരുന്ന എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാക്കാനായിട്ട് വി ക്യാൻ യൂസ് അസറ്റിക് ആസിഡ് ഓർ എനി അതർ കൈൻഡ് ഓഫ് സിമ്പിൾ ആസിഡ്സ്. സിമിലർലി നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ കാൽസ്യം കാർബണേറ്റ് ആണ് ഉപയോഗിച്ചെങ്കിൽ അതിന് പകരം പിന്നെ നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റിൽ സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർബണേറ്റിൻ്റെ ഫോം ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയായിരിക്കും എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. Understood. This carbon dioxide can be used in our day-to-day life to extinguish fire during critical situations. Okay, you have studied one more peculiarities of the acid, isn't it? Which is that? Yes, acid can react with carbonate and can produce carbon dioxide. ഇപ്പോഴത്തെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടക്ട് ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആസിഡ്സ് ക്യാൻ റിയാക്ട് വിത്ത് കാർബണേറ്റ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആസിഡിൻ്റെ എത്ര പ്രോപ്പർട്ടിയാണ് പഠിച്ചത്? 4 properties, isn't it? Which are they? Yes, acids are sour in taste. Acids can change the color of the blue litmus into red. Acids can react with the metal and can produce hydrogen gas. Fourth and last one, acids can react with the carbonate and can produce carbon dioxide. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തു. നമ്മൾ ഓരോ കാര്യം പഠിച്ചതും ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിലൂടെയാണ്. ഓക്കെ, അതായത് പുതിയ പുതിയ അറിവ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലൂടെയും ആർജിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ആസിഡ്സിൻ്റെ പെക്യൂലിയാരിറ്റീസിനെ കുറിച്ചാണ്. 4 ഇമ്പോർട്ടൻറ്റ് പെക്യൂലിയാരിറ്റീസ് ഞാൻ പറഞ്ഞു. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ശരിക്കും ചിന്തിച്ച്
ബുദ്ധി ഉപയോഗിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഭാഗത്തു നിന്ന് വരിക. ഓക്കെ, സോ hope you have understood the class well. If you have any doubt, please contact me. Stay safe. Bye.